സർക്കാരും ഗവർണറുമായി നിരന്തരം പോരാണ്. രണ്ട് കൂട്ടർക്കും പരസ്പരം തലവേദനയാണ്. പക്ഷേ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പിണറായി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെയാണ് എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അതിൽ പൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ SFI, DYFI, PFI ചാവേറുകളെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് പിണറായിയെ നന്നാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി മനസ്സിലായതുകൊണ്ടുകൂടിയാണ് രാജിയിലേക്ക് പോകുന്നതിനുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരുമായി നിരന്തരം ഇടഞ്ഞ് ദേശീയ ശ്രദ്ധ നേടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സെപ്റ്റംബർ വരെ കാലാവധിയുള്ള ഗവർണർ അവശേഷിക്കുന്ന ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിർദ്ദേശിച്ചതും സ്ഥിരമായി ഡൽഹിയിൽ തമ്പടിച്ച് നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങളുമാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് ശക്തി പകരുന്നത്. 73കാരനായ ആരിഫ് ഖാൻ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായും അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറിനാണ് നറുക്കുവീണത്. 2004 ഖാൻ BJPയിൽ ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത BJP നേതാക്കളുമായും ഉറ്റബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷ മുഖമായി BJP അവതരിപ്പിക്കാനാണ് സാധ്യത. BJPയുടെ ഹിന്ദുത്വ നിലപാടുകൾക്ക് ഉൾക്കൊള്ളാനാകുന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ പതിറ്റാണ്ടുകളായി RSS ആണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ 22ാം ഗവർണറായി 2019 സെപ്റ്റംബർ 6 ഖാൻ ചുമതലയേറ്റത്. ഉത്തർപ്രദേശിലെ ബുലന്ദ്ശഹറാണ് സ്വദേശം. 26 വയസ്സിൽ UP നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ചരൺ സിംഗിൻ്റെ ഭാരതീയ ക്രാന്തി ദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നു. പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ജനതാദളിലൂടെ BJPയിൽ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സ്വതന്ത്രതാ പാർട്ടിയുടെ ബാനറിൽ യൂണിയൻ പ്രസിഡന്റായിരുന്നു. ആരിഫ് ഖാനിലെ തീപ്പൊരി കണ്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെത്തിച്ച് AICC ജോയിൻറ്റ് സെക്രട്ടറിയാക്കി. 1980 കാൺപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക്, 1982 കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രി, UPയിലെ ബഹ്റൈച്ചിൽ നിന്ന് 2ാം വട്ടം ലോക്സഭാംഗം, ഇന്ദിരയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ, ഷബാനോ കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ വാദങ്ങൾ കേട്ട് മലക്കം പറയുകയും ചെയ്തു. സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ 1986 മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ച ഖാൻ നിയമം പാസാക്കുന്നതിന് മുൻപ് ലോക്സഭയിലെ പിൻസീറ്റിൽ ചെന്നിരുന്ന മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജിക്കത്തെഴുതി കോൺഗ്രസ് വിട്ടു. കോൺഗ്രസ് വിട്ട ശേഷം VP സിംഗിനൊപ്പം ജനമോർച്ചയിലൂടെ ജനതാദളിലേക്ക്. VP സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി. പിന്നീട് മായാവതിയുടെ BSPയിൽ. ബഹ്റൈച്ചിൽ നിന്ന് കോൺഗ്രസ്, ജനതാദൾ, BSP പാർട്ടികളുടെ ലേബലിൽ ജയിച്ചു.